السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, യതആഖബൂന ഫീകും മലായികത്തുൻ ബില്ലൈലി വമലായികത്തുൻ ബിന്നഹാർ. നിങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉത്കൃഷ്ടരായ സൃഷ്ടികൾപ്പെട്ട മലക്കുകൾ അവർ പകലിലും അതുപോലെ തന്നെ രാത്രിയിലുമായിക്കൊണ്ട് നിങ്ങളിൽ വന്നു പോകുന്നുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വസ്വലാത്തിൽ ഫജ്ർ. അവർ അസ്റിന്റെ നിസ്കാരവേളയിലും അതുപോലെ തന്നെ ഫജ്റിന്റെ നിസ്കാരവേളയിലും അവർ ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫജ്റിന്റെ നമസ്കാരവേളയിൽ ഒരു കൂട്ടം മലായികത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ തിരിച്ചു പോകുന്നത് അസ്റിന്റെ സമയത്താണ്. ആ അസ്റിന്റെ സമയത്ത് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചില മലായികത്തുകളെ പറഞ്ഞയക്കും. ഇതാണ് അതുകൊണ്ട് വിവക്ഷയാക്കുന്നത്. സുമ്മ യഅറുജു അല്ലദീന ബാതു ഫീകും. പിന്നീട് ആ അസ്ർ വേളയിൽ നിങ്ങളുടെ അസ്ർ വേളയിൽ വന്ന് നിങ്ങളിൽ രാത്രി കഴിച്ചു കൂട്ടിയവരായ ആ മലായികത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കിലേക്ക് കയറി പോവുകയും ഫയസ്അലുഹും വഹുവ അഅലമു ബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലായികത്തുകളോട് ചോദിക്കുകയും ചെയ്യും. അവൻ ചോദിക്കുന്നത് ഒരിക്കലും അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല, മറിച്ച് ഉന്നതരായ ആളുകളുടെ അടുക്കൽ വെച്ചുകൊണ്ട്, ഉന്നതരായ സൃഷ്ടിജാലങ്ങളുടെ അടുക്കൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും കൂടെ അറിയിക്കണം. ആ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ചോദിക്കുന്നത്, അല്ലാതെ അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, കൈഫ തറക്തും ഇബാദി. എങ്ങനെയാണ് എൻ്റെ അടിയാറുകളെ നിങ്ങൾ വിട്ടേച്ചു പോന്നിട്ടുള്ളത്? ആ മലായികത്തുകൾ ഫയഖൂലുന, മലായികത്തുകൾ പറയും, തറക്നാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ. അവർ നിസ്കരിക്കുന്ന വേളയിലാണ് ഞങ്ങൾ അവരിലേക്ക് ചെന്നെത്തിയത്, അവർ നിസ്കരിക്കുന്ന വേളയിലാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, അവരിൽ നിന്ന് തിരിച്ച് പോരുകയും ചെയ്തത് എന്ന് ആ മലായികത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ മറുപടി പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സ്വലാത്തുൽ ഫജ്ർ. 5 വക്ത് നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ഒന്നുകൂടെ പ്രതിഫലം കൂടുതൽ കിട്ടുന്ന നമസ്കാരങ്ങളാണ് സ്വലാത്തുൽ ഫജ്റും അതുപോലെ തന്നെ സ്വലാത്തുൽ അസ്റും. അസ്ർ നമസ്കാരവും ഫജ്ർ നമസ്കാരവും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആ നമസ്കാരത്തിന് വേണ്ടി ജമാഅത്തായിട്ട് തന്നെ എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. മുനാഫിഖുകളായ ആളുകളെ പറ്റി പറഞ്ഞപ്പോൾ അവർക്ക് പ്രയാസമുണ്ടാകുന്ന ഒരു നമസ്കാരം അത് ഫജ്ർ നമസ്കാരവും ഇശാ നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ അസ്ർ നമസ്കാരവുമായി ബന്ധപ്പെട്ടും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദിഹി സ്വലാത്ത് ഉരിദത് അലാ മൻ കാന ഖബ്ലകും. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കും ഇത് ശരീഅത്തായിരുന്നു, ഇത് അവർക്ക് പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. ഫളയ്യഊഹ, അവർ ആ നിസ്കാരത്തെ അവർ എന്ത് ചെയ്തു, നഷ്ടപ്പെടുത്തി കളഞ്ഞു. വമൻ ഹാഫള അലൈഹ കാന ലഹു അജ്റുഹു മർറതൈനി. ആരെങ്കിലും ഇത് സംരക്ഷിച്ച് നിസ്കരിച്ചു പോരുകയാണെങ്കിൽ അവന് 2 പ്രതിഫലമുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. 2 പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് ശാരിഹ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അൽ അജ്റുൽ അവ്വലു ലിഅന്നഹു ഹാഫള അലൈഹ ഖിലാഫൻ ലിമൻ ളയ്യഅഹ. അത് നഷ്ടപ്പെടുത്തിയവർക്കെതിരായിക്കൊണ്ട് അതിനെ സൂക്ഷിച്ചു എന്നുള്ളത് അതൊരു പ്രതിഫലത്തിന് കാരണമാണ്. വൽ അജ്റു സ്നാനി അജ്റു അമലിഹി കസാഇരി സ്വലവാതി. മറ്റ് നിസ്കാരങ്ങൾക്ക് എന്ത് പ്രതിഫലമാണോ ഉള്ളത് അതും ഈ നിസ്കാരത്തിന് പ്രതിഫലമായി ലഭിക്കുമെന്നും ശാരിഹ്യങ്ങൾ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും, വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. ശേഷം വീണ്ടും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ സ്വലാത്ത ബഅദഹാ ഹത്താ യത്ലുഅ അശ്ശാഹിദ്. അതുപോലെ തന്നെ അസ്ർ നിസ്കാരത്തിന് ശേഷം ഒരു ഷാഹിദ് വരുന്നത് വരേക്കും എന്തില്ല, പിന്നെ നിസ്കാരം ഇല്ല. ഷാഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം ഉദിക്കുന്നത് വരേക്കും പിന്നെ എന്തില്ല, നിസ്കാരമില്ല. എന്ന് പറഞ്ഞാൽ മഗ്രിബ് ബാങ്ക് കൊടുത്തതിന് ശേഷമല്ലാതെ അസ്ർ നിസ്കരിച്ചതിന് ശേഷം എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. ഒരാൾ അസ്ർ നിസ്കാരം കഴിഞ്ഞതോടുകൂടി പിന്നെ മഗ്രിബ് വരെയുള്ള നാഫിലായ നിസ്കാരങ്ങളൊന്നും എന്തില്ല, അവിടെ ഇല്ല. എന്നാൽ കാരണം മുൻഗണന നിസ്കാരങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം തഹിയ്യത്ത് നിസ്കാരം, പള്ളിയിൽ ഒരാൾ കയറി, അപ്പൊ അത് കാരണം മുൻഗണന നിസ്കാരമാണ്. കാരണം മുൻഗണന നിസ്കാരങ്ങളാണ് എങ്കിൽ അവിടെ അയാൾക്ക് എന്ത് ചെയ്യാം,
നിർവഹിക്കാം. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വെറുതെ പള്ളിയിൽ വെറുതെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന രൂപത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല. അസ്ർ നിസ്കാരത്തിന്റെ ശേഷം നിസ്കരിക്കാൻ പാടുള്ളതല്ല. മറിച്ച് ഒരു കാരണം മുൻഗണന നിസ്കാരാണെങ്കിൽ, ഇപ്പോൾ പള്ളിയിൽ പ്രവേശിച്ച് തഹിയ്യത്തിന്റെ നിസ്കാരം നിസ്കരിക്കുന്നത് പോലെ, കാരണം തഹിയ്യത്താണ് ആദ്യം വന്നത്, അപ്പൊ അതിനോടനുബന്ധിച്ച് വന്ന നിസ്കാരമാണ്. അങ്ങനത്തെ നിസ്കാരങ്ങൾ എന്ത് ചെയ്യാം, നിസ്കരിക്കുകയും ചെയ്യാമെന്നും പണ്ഡിതന്മാർ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 2 നമസ്കാരങ്ങളെയും, ഫജ്റിനെയും അസ്റിനെയും ബാക്കിയുള്ള നിസ്കാരങ്ങൾ ഓരോന്നിനെയും നിലനിർത്തുന്ന തഖ്വയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.